ക്ഷേത്രത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ചന്ദനം, തീർത്ഥം, ദീപം, ധൂപം, പുഷ്പങ്ങൾ ഇവയെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഇവ ഓരോന്നും എങ്ങനെ ശരിയായി സ്വീകരിക്കണം എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ചന്ദനം എങ്ങനെ സ്വീകരിക്കണം? ചന്ദനം ലഭിക്കുമ്പോൾ വലത് കൈകൊണ്ട് ആദരവോടെ അത് സ്വീകരിക്കുക. ശേഷം നെറ്റിയിലോ നെഞ്ചിലോ കഴുത്തിലോ തൊടാവുന്നതാണ്. അപ്പോൾ മനസ്സിൽ ഈശ്വരാനുഗ്രഹം എനിക്ക് ലഭിച്ചു എന്ന ചിന്ത ഉണ്ടായിരിക്കണം. ചന്ദനം കളയുകയോ അശ്രദ്ധമായി തേക്കുകയോ ചെയ്യരുത്. അടുത്തതായി തീർത്ഥം എങ്ങനെ സ്വീകരിക്കണം എന്ന് നോക്കാം. തീർത്ഥം സ്വീകരിക്കുമ്പോൾ കൈകൾ ചേർത്ത് സ്വീകരിക്കുക. ആദ്യം കുറച്ചു വെള്ളം തലയിലും അല്ലെങ്കിൽ നെറ്റിയിലോ തൊടുക. ശേഷം ബാക്കി ഭാഗം ആദരവോടെ കുടിക്കുക. ഒരു കാരണവശാലും തീർത്ഥം നിലത്തൊഴുക്കരുത്. അടുത്തതായി ദീപം എങ്ങനെ സ്വീകരിക്കണം എന്ന് നോക്കാം. ദീപാരാധന സമയത്ത് രണ്ട് കൈകളും ചേർത്ത് ദീപത്തിന്റെ ചൂട് നെറ്റിയിലേക്കും കണ്ണുകളിലേക്കും കൊണ്ടുവരിക. ഇതിന്റെ അർത്ഥം ദൈവത്തിന്റെ ചൈതന്യം ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു എന്നതാണ്. ശാന്തമായ മനസ്സോടെ അത് സ്വീകരിക്കുക. അടുത്തതായി ധൂപം എങ്ങനെ സ്വീകരിക്കണം എന്ന് നോക്കാം. ധൂപത്തിന്റെ സുഗന്ധം വലത് കൈകൊണ്ട് നെറ്റിയിലേക്കും നെഞ്ചിലേക്കും കൊണ്ടുവരിക. ഇതിന്റെ അർത്ഥം മനസ്സിന്റെ അശുദ്ധികൾ നീങ്ങട്ടെ എന്ന പ്രാർത്ഥനയാണ്. അടുത്തതായി പുഷ്പം എങ്ങനെ സ്വീകരിക്കണം എന്ന് നോക്കാം. പുഷ്പം സ്വീകരിക്കുമ്പോൾ തലയിൽ അല്ലെങ്കിൽ നെറ്റിയിൽ അത് ആദരവോടെ വയ്ക്കുക. വീട്ടിലെത്തുമ്പോൾ അത് ഒന്നുകിൽ പൂജാമുറിയിൽ വയ്ക്കുക അല്ലെങ്കിൽ വിളക്കിന് മുന്നിൽ സമർപ്പിക്കുക. അപ്പോൾ പ്രസാദങ്ങൾ ശരിയായ വിധത്തിൽ സ്വീകരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ശാന്തിയും അനുഗ്രഹവും കൊണ്ടുവരും. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമന്റ് ബോക്സിൽ ഓം നമഃ ശിവായ എന്ന് എഴുതൂ. നന്ദി.